ഹായ് നമസ്കാരം. പെർഫെക്റ്റ് ഡീൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ കുറഞ്ഞ റേറ്റിൽ വീട് നോക്കുന്നവർക്ക് പറ്റിയൊരു വില്ലാ പ്രൊജക്റ്റുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കാക്കനാടിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന പൂക്കാട്ടുപടി ബാവപ്പടി എന്ന സ്ഥലത്താണ്. 10 വീടുകളുള്ളൊരു വില്ലാ പ്രോജക്റ്റിലുള്ള ഒരു വീടാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് ഏകദേശം 3.5 സെൻറ്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു യൂട്ടിലിറ്റി ഏരിയയും കൂടിയിട്ടാണ്. ഇതിൽ വീടുകൾ വരുന്നത് കിഴക്കും പടിഞ്ഞാറും ഡയറക്ഷനായിട്ട് അതിൽ പടിഞ്ഞാറ് ഡയറക്ഷനിലേക്ക് വരുന്ന ഒരു വീടാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വീട്ടിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്ക് അതുപോലെ തന്നെ ഇടപ്പള്ളി എന്നിവിടങ്ങളിലേക്ക് ഏകദേശം 12 കിലോമീറ്ററും മെട്രോ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നും വെറും 8 കിലോമീറ്ററും അതുപോലെ തന്നെ എയർപോർട്ടിലേക്ക് ഏകദേശം 14 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. കൂടാതെ തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും 700 മീറ്റർ മാത്രമാണ് ഈ ഒരു വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന എല്ലാ വീടുകളും തന്നെ അവൈലബിൾ ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ ഒരു വില്ലാ പ്രോജക്റ്റിൻ്റെ ഏരിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. കൂടാതെ പൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് താമസിക്കാവുന്ന ഒരു ഏരിയ കൂടിയാണിത്. ഏകദേശം 4 മീറ്റർ ആയിട്ടുള്ള ഇൻറ്റേർണൽ റോഡുകളാണ് ഈ ഒരു പ്രോജക്റ്റിനായിട്ട് നൽകിയിരിക്കുന്നത്. വളരെ ഭംഗിയുള്ളൊരു മോഡേൺ ടൈപ്പ് എലിവേഷനാണ് ഈ വീടിനായിട്ട് നൽകിയിരിക്കുന്നത്. വാട്ടർ സോഴ്സിനായിട്ട് വരുന്നത് കോമൺ കിണറാണ്. കൂടാതെ KWA വാട്ടർ കണക്ഷനും അവൈലബിൾ ആണ്. വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കടക്കുന്നത് നേരെ കാർ പോർച്ചിലേക്കാണ്. ഏകദേശം ഒരു കാർ പാർക്കിംഗ് ആണ് ഈ വീടിനായിട്ട് ലഭിക്കുന്നത്. മുറ്റത്തെല്ലാം ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുക്കേണ്ട ഒരു പണി കൂടിയാണ് ഇനി ബാലൻസ് ഉള്ളത്. വീടിന് ചുറ്റുപാടും വേണ്ട സെറ്റ് ബാക്കും കാര്യങ്ങളെല്ലാം നൽകി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു സിറ്റ് ഔട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അവിടെ ടൈലുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് ആഞ്ഞിലിയിലും മഹാഗണിയിലുമായിട്ടാണ്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കടക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഫോൾ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ നല്ലൊരു TV യൂണിറ്റും നൽകിയിട്ടുണ്ട്. ആ ഒരു ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. പാസേജിനൊന്നും ഒരു തടസ്സം വരാത്ത രീതിയിൽ വളരെ ഒതുക്കി തന്നെയാണ് ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്തതായി കിച്ചണിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ്. മൾട്ടിവുഡ് കൊണ്ടുള്ള കബോർഡുകളും ഷെൽഫുകളുമാണ് കിച്ചണിൽ നൽകിയിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ ഭാവിയിൽ വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ ചെയ്യുന്ന സ്പേസും ഇവിടെ അവൈലബിൾ ആണ്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. സീലിംഗ് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ വാർഡ്രോബും നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിലൂടെ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സുകളാണ് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയറിനടിയിലായിട്ടാണ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പുകളിൽ വുഡൻ ടൈപ്പ് ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പുകൾ കയറി നമ്മൾ നേരെ ചെല്ലുന്നത് ചെറിയൊരു ഹാളിലേക്കാണ്. അവിടെയും ഒരു TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രണ്ട് ബെഡ്റൂമുകളാണ് മുകളിലത്തെ നിലയിൽ നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. സീലിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു വാർഡ്രോബും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാൾ മൗണ്ട് ക്ലോസറ്റുകളോടുകൂടി തന്നെ അത്യാവശ്യം വലുപ്പമുള്ളൊരു ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിനായിട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അത്യാവശ്യം സൗകര്യമുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ഈ ഒരു ബാത്റൂമിലും വാൾ മൗണ്ട് ക്ലോസറ്റുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
ബെഡ്റൂമുകളെ കൂടാതെ നല്ലൊരു യൂട്ടിലിറ്റി സ്പേസും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടെറസിലേക്ക് പോകുന്ന സ്റ്റെയറും മറ്റും ഇവിടെ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്ക്, അതുപോലെ തന്നെ ആലുവ മെട്രോ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ, കളമശ്ശേരി എന്നീ സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വീട് നോക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ്. ഈ ഒരു വീടിനായി ഓണർ ഉദ്ദേശിക്കുന്ന വില 69 ലക്ഷം രൂപയാണ്. അത് തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ്. വീട് വിസിറ്റ് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതേപോലെയുള്ള നല്ല നല്ല വീടുകൾ ബ്രോക്കറേജ് ഫീയും കമ്മീഷനും കൊടുക്കാതെ വാങ്ങുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.